നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിണറായിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ്. ആറ്റുങ്ങൽ മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കം. പൊങ്കാല 25-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ക്ഷേത്ര ട്രസ്റ്റ്. എന്നെ പ്രധാനമന്ത്രി ക്ഷണിച്ചാലും പങ്കെടുക്കുമായിരുന്നു. പ്രേമചന്ദ്രൻ ചെയ്തതിൽ തെറ്റില്ല. ശശി തരൂർ. കേരളത്തിൽ വൈകാതെ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും. അവകാശവാദവുമായി കെ സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ക്ലീൻ ചീറ്റ് നൽകിയ അഡീഷണൽ ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയായാണ് R മോഹന് പേഴ്സണൽ സ്റ്റാഫിൽ ഇടം നൽകിയതെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ഇടപെടലും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതി നൽകും. വിരമിച്ച ശേഷം നേരെ പോയത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്കാണ്. ക്രൈം നന്ദകുമാർ ഹൈക്കോടതിയെ സമീപിച്ചാൽ ഈ കേസിൽ പുനരന്വേഷണത്തിന് സാധ്യതയുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകിയതിൽ തെറ്റില്ല. എന്നാൽ അതേ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വർഷങ്ങളോളം ഇരിക്കുകയാണെങ്കിൽ അതിനു പിന്നിൽ ഉപകാരസ്മരണയാണെന്ന് സംശയിക്കേണ്ടതില്ല എന്നും ഷോൺ ജോർജ് പറഞ്ഞു. ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാക്കിയെന്ന് അഭിമാനത്തോടെ പറയുന്ന മുഖ്യമന്ത്രി എങ്ങനെ കുറ്റവിമുക്തനായി എന്നതിലേക്കുള്ള ചൂണ്ടുപലകയാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. കമല ഇന്റർനാഷണൽ എല്ലാവരും മറന്നുപോയതാണ്. ഇത് സഭയിൽ തന്നെ ഓർമ്മിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ്. ആറ്റുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഫെബ്രുവരി 17-ന് ആരംഭിക്കും. ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആറ്റുങ്ങൽ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കലാപരിപാടികളുടെ ഉദ്ഘാടനം 17-ന് വൈകിട്ട് 6-ന് ചലച്ചിത്ര താരം അനുശ്രീ നിർവഹിക്കും. രാവിലെ 8-ന് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് 10 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമാകുന്നത്. അംബിക അംബാലിക വേദികളിലാണ് കലാപരിപാടികൾ നടക്കുന്നത്. സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന് ആറ്റുങ്ങൽ അംബ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 25-നാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുങ്ങൽ പൊങ്കാല. 10:30-നാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ഉച്ച കഴിഞ്ഞ് 2:30-ന് ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം കഴിയുന്നതോടെ പൊങ്കാല പൂർത്തിയാകും. 26-ന് രാത്രി 12:30-ന് നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടി മഹോത്സവം സമാപിക്കും. കുത്തിയോട്ട നേർച്ചയ്ക്കായി 606 ബാലന്മാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊങ്കാല ദിവസം ബാലികമാർക്കുള്ള നേർച്ചയായ താലപ്പൊലി നടക്കും. 10 വയസ്സിന് താഴെയുള്ള ബാലികമാരാണ് താലപ്പൊലിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത NK പ്രേമചന്ദ്രൻ MPക്ക് പിന്തുണയുമായി ശശി തരൂർ. പ്രധാനമന്ത്രി ക്ഷണിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച പ്രേമചന്ദ്രന്റെ നടപടിയിൽ തെറ്റില്ലെന്ന് ശശി തരൂർ. തന്നെ പ്രധാനമന്ത്രി ക്ഷണിച്ചാലും പോകുമെന്നും 10 കൊല്ലത്തിനിടെ ആദ്യമായാണ് പ്രധാനമന്ത്രി ഇങ്ങനെയൊരു മര്യാദ കാണിക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. പാർലമെന്റ് സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിച്ചതിന് CPM ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നതിലായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചും ശശി തരൂർ 24-നോടും വിശദീകരിച്ചു. അധികം വേഗാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. CPI-CPIM തമ്മിലുള്ള തർക്കം പോലൊന്നും കോൺഗ്രസിലില്ല. ഈ മാസം തന്നെ പ്രഖ്യാപനങ്ങൾ ആരംഭിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ. 3-ാം സീറ്റ് ആവശ്യം ലീഗ് ഉന്നയിക്കുന്നുവെങ്കിലും അതിലൊരു തർക്കവുമില്ല. മാന്യമായ ചർച്ചകളിലൂടെ വേണ്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാമെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ വൈകാതെ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന കാലമാണിതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF-നെയും UDF-നെയും ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എല്ലാവരിലും എത്തിക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി വിജയൻ സർക്കാരിനെ ഭരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് സംസ്ഥാനം സാമ്പത്തികമായി തകർന്നത്. അതിന് ഡൽഹിയിൽ പോയി സമരം ചെയ്തതുകൊണ്ട് കാര്യമില്ല. കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ കേരളം പട്ടിണിയായേനെ. ജന്തർ മന്ദറിൽ അഴിമതിക്കാരുടെ കൂട്ടായ്മയാണ് കണ്ടത്. നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഒന്നിച്ചു നിൽക്കുന്നത്. മസാല ബോണ്ട് പോലെയുള്ള തലതിരിഞ്ഞ സാമ്പത്തിക നയമാണ് സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന പൂർണ്ണമായും തകർത്തത്. വലിയ തട്ടിപ്പാണ് മസാല ബോണ്ടിന്റെ മറവിൽ തോമസ് ഐസക്കും മുഖ്യമന്ത്രി നടത്തിയത്. തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഐസക് ED-യിൽ നിന്നും ഒളിച്ചോടുന്നത്. അഴിമതിയും കെടുകാര്യസ്ഥതയും കൊണ്ട് കേരളത്തെ തകർത്തിട്ട് ദില്ലിയിൽ പോയി നാടകം കളിച്ചിട്ട് കാര്യമില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു.